വാട്സ്ആപ്പ് യൂട്യൂബ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ചുമ്മാ ഒന്ന് കാണാനായിട്ട്. ഇങ്ങനെ എപ്പോഴെപ്പോഴും ഒന്നും ഈ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, അതുകൊണ്ട് ഇതൊരു സ്പെഷ്യലാണ്. ഓക്കെ, നമുക്കവിടെ കാണാം. അതിന് മുന്നേ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ഈ കോലത്തിൽ നമുക്ക് മലയാളീസിന് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും പോകുന്ന സ്ഥലത്ത് കുറച്ച് ഫോർമലാവണം. അതുകൊണ്ട് ഞാൻ അപ്പോൾ കാണാം. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ യൂണിഫോം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. അതുകൊണ്ട് ഇതല്ലേ ബെസ്റ്റ്. അപ്പോൾ പോവാം. ഈ കാണുന്നതാണ് I-95 എന്ന് പറയും, നമ്മുടെ ഷിപ്പിൻ്റെ സെൻട്രൽ കോറിഡോർ. കൂടെ നമ്മുടെ ഒരു ദോസ്തും കൂടിയുണ്ട്. നമ്മളപ്പോൾ ഇന്ന് ഷിപ്പിൻ്റെ ബ്രിഡ്ജ് വിസിറ്റിന് പോകണം. അങ്ങനെ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ചുമ്മാ പിന്നെ കണ്ടു കളയാമെന്ന് വിചാരിച്ച് നിങ്ങളെയും കാണിക്കാമല്ലോ. ഇങ്ങനെ വേണം പോകാൻ. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മറ്റേ ഫ്ലൈറ്റിൻ്റെയൊക്കെ കോക്പിറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നാവിഗേഷണൽ കമാൻഡ് സെൻ്ററാണ് ഷിപ്പിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിലേക്കാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദ സെക്യൂരിറ്റി റീസൺസ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിൽ വീഡിയോ റെക്കോർഡിംഗ് പാടില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, ബ്രിഡ്ജിൽ കയറാന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. നോട്ട് അലൗഡ്, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഒരു ഫസ്റ്റ് ഓഫീസറെങ്കിലും അകത്തുനിന്ന് ആക്സസ് കൊടുക്കാതെ ആർക്കും കയറാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുമ്പോൾ ആ വ്യൂ ഇറ്റ്സ് എ യുണീക്ക് വൺ. ഈ 12ാമത്തെ നിലയിൽ നിന്ന് ഫ്രണ്ട് വിൻഡോ ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൺ. ബ്രിഡ്ജിൻ്റെ സെൻട്രലായിട്ടൊരു മാസ് ഓഫ് കൺട്രോൾ സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു കൺസോൾ ഉണ്ട്. ദാറ്റ്സ് ഫോർ ദ നാവിഗേഷൻ. അതിൻ്റെ സെൻട്രലായിട്ടാണ്, താഴെയായിട്ടാണ് ക്വാർട്ടർ മാസ്റ്റർ, അതായത് ഹെൽംസ്മാൻ ഇരിക്കുക, വളയം പിടിക്കുന്ന ആൾ. ക്യാപ്റ്റൻ ഐസൂസ് വൺ ജസ്റ്റ് ഗിവ്സ് ദ കമാൻഡ്സ്. പിന്നെ ഷിപ്പിൻ്റെ ബർത്തിങ്ങിന് വേണ്ടിയിട്ട് 2 കൺസോൾസ് പോർട്ട് സൈഡിലും സ്റ്റാർബോർഡ് സൈഡിലും ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് സൈഡ് നോക്കിയിട്ട് പോർട്ടിൽ അടുപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസോൾസ് എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ അഡ്വാൻസ് നാവിഗേഷൻ. നമുക്ക് കുന്നുങ്ങളും വരെ കാണാൻ പറ്റും അതിൽ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടെന്ന് വെച്ചാൽ അവിടെ സ്റ്റിൽ ദേ യൂസ് ടെലസ്കോപ്സ്. എന്തിനാണെന്നല്ലേ, കമ്പ്യൂട്ടർ പണി പറ്റിച്ച് കഴിഞ്ഞാലും സ്റ്റാർസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്താ അല്ലേ. ഈ സെൻട്രൽ കൺസോളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സേഫ്റ്റി കമാൻഡ് സെൻറ്റർ വരുന്നത്. അത് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ എന്തെങ്കിലും എമർജൻസി നടന്നു കഴിഞ്ഞാൽ ലൈക്ക് ഫയർ, കൊളീഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അവിടെ കാണിക്കുകയുള്ളൂ. അതിനുള്ള സംവിധാനമാണ് അവിടെയുള്ളത്. ഇതൊക്കെ കണ്ട് രസിച്ച് നമ്മൾ പതിയെ തീർത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ബ്രിഡ്ജ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇത്തിരി ടാസ്ക് ഉണ്ടാവുമായിരിക്കും തിരിച്ച് നമ്മുടെ I-95 സെൻട്രൽ കോറിഡോറിലൊക്കെ എത്താനായിട്ട്. നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും ഈ സെൻട്രൽ കോറിഡോറിൽ വന്നിട്ട് വേണം എവിടെയെങ്കിലും പോകാനായിട്ട്. നമ്മുടെ ഡ്യൂട്ടിക്കാണെങ്കിലും ശരി, ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള റൂംസ് ആണെങ്കിലും ശരി. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഇതേപോലെ 1-2 നോട്ടീസൊക്കെ ഇട്ടുണ്ടാവും. അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ബ്രിഡ്ജ് ടൂറിനെ വെച്ച് നമ്മൾ കാണാൻ പോയത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോ നോട്ടീസൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് അടുത്തൊരു നോട്ടീസ് ഇട്ടിട്ടുണ്ട് ഓഗസ്റ്റ് 15 പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബ്രിഡ്ജ് ടൂർ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് അത് പണ്ട് ഇപ്പോൾ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ, ചാओ.